ഇന്നലെ നമ്മളൊരു യൂട്യൂബർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബർ ഇൻ ദ സെൻസ് ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന യൂട്യൂബർ. അയാളുടെ വീഡിയോ റിവ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ബിഗ് ബോസിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആദ്യമേ വന്ന് പബ്ലിക്കിൽ പറയുക. അത് വീക്കെൻഡ് എപ്പിസോഡ് ആയിക്കോട്ടെ, വീക്ക്ലി എപ്പിസോഡ് ആയിക്കോട്ടെ. ഇന്ന കാര്യമാണ് നടക്കാൻ പോകുന്നത്, ഇന്ന സംഭവം അവിടെ നടന്നു എന്നും പറഞ്ഞിട്ട് ആ ഷോയുടെ തന്നെ ക്യൂരിയോസിറ്റി നശിപ്പിക്കുന്ന ലെവലിലുള്ള വീഡിയോകൾ പുറത്തേക്ക് അടിച്ചിറക്കുക. അപ്പോൾ അതേ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് ഇന്ന് എനിക്ക് വീണ്ടും സംസാരിക്കാനുള്ളത്. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്നലെ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊമോ വന്നു. ആ പ്രൊമോയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഹൈപ്പൊക്കെ ഒന്ന് കുത്തിപ്പൊട്ടിച്ച് വെച്ചോളൂ. പ്രൊമോ എന്താണ് എന്നതാണ് വിഷയം. ഇന്നലെ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഇന്നലത്തെ വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതേ അൻസിഫിൻ്റെ ചാനലിൽ, അൻസിഫ് മൂൺലൈറ്റ് മീഡിയ, ആ ചാനലിനകത്ത് മറ്റൊരു വിവരം കൊടുത്തേക്കുന്നു. ബിഗ് ബോസ് ഹൗസിലെ ക്യാപ്റ്റൻ ആദില ? ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് ആയി എന്നാണ് അവരുടെ വിചാരം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തിയെടുത്തിട്ട് അത് എപ്പിസോഡിൽ വരുന്നതിന് മുന്നേ തന്നെ വന്ന് ചാനലിൽ കാണിക്കുക. ശരിക്കും ആ ഷോയെ തന്നെ നശിപ്പിക്കുന്ന ലെവലിലുള്ള കാര്യമാണ് അൻസിഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തത്. ഇന്നലെ നമ്മൾ ചെയ്തത് ജിസേലിൻ്റെ എവിക്ഷനെ കുറിച്ചുള്ള കാര്യമായിരുന്നു. അവിടെ ഷൂട്ട് നടന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ്റെ ചാനലിൽ അത് റിവീൽ ചെയ്തു. സ്വാഭാവികമായിട്ടും കാണുന്ന വ്യക്തികൾ, ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ക്യൂരിയോസിറ്റിയെ നശിപ്പിക്കുന്ന ലെവലിലുള്ള പരിപാടിയാണ് അൻസിഫ് കാണിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ഇന്നലെ വൈകുന്നേരം ലാലേട്ടൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു എപ്പിസോഡിന് ശേഷം. ആ പ്രമോ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ എന്തായാലും വീഡിയോ ഒന്നും വെക്കുന്നില്ല, കാരണം ചാനലിൻ്റെ വീഡിയോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സ്ട്രൈക്ക് തരിക, നമ്മുടെ ചാനൽ അടിച്ച് പോവുക, അതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അത് കേൾപ്പിക്കാം. പ്രമോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റഗ്രാമിലും അതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഈ പ്രമോ വന്നതാണ്. സസ്പെൻസ് ത്രില്ലർ മൂവി ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ക്ലൈമാക്സ് വിളിച്ചു പറഞ്ഞ് രസം കളയുന്നവർ നമുക്കിടയിലൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിലെ ചില രസം കൊല്ലികളെ കുറിച്ചാണ്. ധാരാളം പ്രേക്ഷകർ ഞങ്ങളെ അറിയിക്കാറുണ്ട്. ബിഗ് ബോസ് ഷോയ്ക്കായി വളരെ ആകാംക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത്. പക്ഷേ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഊഹാപോഹങ്ങളുടെയും ചോർത്തിയെടുക്കുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ടെലികാസ്റ്റിന് മുമ്പ് തന്നെ ഷോയിലെ വിവരങ്ങളെല്ലാം പുറത്തുവിടും. അത് ഷോ രസിച്ച് കാണാനുള്ള അവരുടെ അവസരം കളയുന്നുവെന്ന് അവരുടെ പരാതികൾ വളരെ ശരിയാണ്. പക്ഷേ സോഷ്യൽ മീഡിയകൾ വഴി ഈ ഷോയെ ഉപജീവന മാർഗമാക്കിയിരിക്കുന്നവർ തന്നെയാണ് അതിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നതാണ് വാസ്തവം. ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്ത് അത് ചെയ്യുന്നവരെ കൃത്യമായി നിയന്ത്രിക്കാനും തടയാനും ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ ചെയ്തിരിക്കും. കാത്തിരിപ്പിന്റെ രസം അത് നമുക്ക് കളയാതിരിക്കും. ലാലേട്ടൻ ഈ പ്രമോ പറഞ്ഞു വെക്കുന്നത് ഒരു ത്രെട്ട് തന്നെയാണ്. അതായത് ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ അവിടെ ഷൂട്ട് നടന്നു കഴിഞ്ഞ് എപ്പിസോഡിൽ വരുന്നതിന് മുൻപ് തന്നെ എടുത്തിട്ട് വിളമ്പുക. അതിൻ്റെ ക്യൂരിയോസിറ്റി. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതേ അൻസിഫിൻ്റെ ചാനലിൽ, ഞാൻ അൻസിഫിന് മാത്രം പറയുന്നില്ല, ഒരുപാട് പേരുണ്ട് ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന. പക്ഷേ മറ്റു പലരും ഒന്നുകിൽ ലൈവിൽ വന്നതിന് ശേഷമോ അതല്ലെങ്കിൽ എപ്പിസോഡിന് വന്നതിന് ശേഷമോ ആയിരിക്കും ആ വിവരം പുറത്തുവിടുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനലുകളിൽ ഒന്നാണ് ലൈഫ് ഓഫ് അനന്തുവിൻ്റെ റിവ്യൂ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്കിഷ്ടം സമ്മർ മീഡിയയുടെ വീഡിയോ. അതായത് സമ്മർ മീഡിയ ലൈവ് കണ്ടിട്ട് എനിക്ക് വളരെയധികം അത്ഭുതം തോന്നി അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ. അതായത് ഒരു ലൈവ് ഇത്ര സമയം കണ്ടിന്യൂസ് ഇരുന്ന് കാണുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഫുള്ളിരുന്ന് കണ്ടിട്ട്, അത് അദ്ദേഹം കണ്ടിട്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിട്ട് അവർ കണ്ടിട്ട് പറഞ്ഞു കൊടുത്തിട്ട് വീഡിയോ ചെയ്യുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഓരോ പ്രധാന ഇൻസിഡൻറ്റ് വരുമ്പോഴും അത് ലൈവിൽ കണ്ടതിന് ശേഷം അത് വന്നിരുന്ന് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഭയങ്കര രസമാണ് അത് കേൾക്കാനും. അപ്പോൾ അദ്ദേഹത്തോടൊരു റെസ്പെക്റ്റ് ഉണ്ട്. അദ്ദേഹം ചെയ്യുന്ന ആ ഒരു പ്രൊഫഷനോട്. അദ്ദേഹം പ്രൊഫഷണലായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമ്മർ മീഡിയ, ലൈഫ് ഓഫ് അനന്തു ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പിസോഡോ അല്ലെങ്കിൽ ലൈവോ കണ്ടതിന് ശേഷമാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. പക്ഷേ ഈ അൻസിഫ് ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അതായത് ഇതവിടെ ഷൂട്ട് നടക്കുമ്പോൾ അവിടെ നടക്കുന്ന കാര്യം, വീക്കെൻഡ് എപ്പിസോഡിലെ വിവരങ്ങളാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത്. അവിടെ ഷൂട്ട് നടന്ന് കഴിഞ്ഞ് അടുത്ത മൊമെന്റിൽ ഇവൻ്റെ ചാനലിലെ വീഡിയോ വരികയാണ്. ഞാനത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് ജിസേലിൻ്റെ എവിക്ഷൻ തൊട്ടാണ്. ഈ ലാസ്റ്റ് വീക്കിൽ ജിസേലിൻ്റെ എവിക്ഷൻ അവിടെ ഷൂട്ട് നടന്നു. ഈ ആഴ്ച വെള്ളിയാഴ്ചയാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഷൂട്ട് നടന്നു, അടുത്ത മൊമെന്റിൽ ഇവൻ്റെ ചാനലിൽ വീഡിയോ വന്നു. ജിസേൽ എവിക്റ്റ് ആയി. ജിസേൽ സീക്രട്ട് റൂമിലല്ല, ജിസേൽ എവിക്റ്റ് ആയി, അത് സത്യമായ കാര്യമാണെന്ന് പറഞ്ഞിട്ട് എപ്പിസോഡ് വന്നിട്ടില്ല. അതിന് മുന്നേ ഇവനത് റിവീൽ ചെയ്തു. അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ആദില ക്യാപ്റ്റനായ കാര്യം ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവൻ്റെ ചാനലിൽ വന്നൊരു വീഡിയോ ആണ്. ആദില പുതിയ ക്യാപ്റ്റൻ ? ഷാനവാസിൻ്റെ തന്തയ്ക്ക് വിളി നിർത്തിച്ച് ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. ഇത് വന്നത് 20 മണിക്കൂർ മുന്നേ ആണ്. നിങ്ങൾ ആലോചിക്കുക, ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 9 മണിക്ക് തുടങ്ങി 10 മണിക്ക് അവസാനിച്ചു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 12:12 20 മണിക്കൂർ മുന്നേ ഈ വീഡിയോ വരണമെങ്കിൽ എത്ര മണിക്കായിരിക്കും ഇവനത് അപ്ലോഡ് ചെയ്തത്?
എപ്പിസോഡിന് മുൻപായിട്ട് ഇവൻ ഈ വിവരം ആരാണ് കൊടുത്തത്? എനിക്ക് ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസിന്റെ ക്രൂവിനോടും പറയാനുള്ളൊരു കാര്യം, ബിഗ് ബോസിൽ ഉള്ളിൽ തന്നെ ചാരന്മാരുണ്ട്. ഇവന്മാർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആൾക്കാർ, അതായത് ചോറ് അവിടെയും കൂറ് ഇവിടെയും എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. അവരാണ് ഇത്തരം തെമ്മാടിത്തരം, തോന്നിയവാസം കാണിക്കുന്നത്. ഇവർക്ക് ഈ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് ഈ ക്രൂവിലുള്ള അല്ലെങ്കിൽ അവിടെ ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ചോർത്തി കൊടുക്കുന്നത്. ആദില ക്യാപ്റ്റനായി എപ്പിസോഡ് വരുന്നതിന് മുന്നേ ഇവൻ അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. അതും ഞാൻ പ്ലേ ചെയ്യുന്നതേ ഉള്ളൂ, ഞാൻ കാണിക്കുന്നില്ല, കേട്ട് നോക്കാം. ആരാണ് ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻ? ആദിലയാണോ ക്യാപ്റ്റൻ അതോ ലക്ഷ്മിയോ? എന്തായാലും ജിസേലല്ല, ഷാനവാസിനെ എന്റെ പൊന്നെ ലാലേട്ടൻ എടുത്തിട്ട് പൊരിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആളുകളെങ്കിലും മാറ്റി വീട്ടുകാരെ വിളിക്കാൻ പറയണം. വീട്ടുകാരെ വിളി, കെട്ടിയനെ വിളി, മാപ്പിളയ്ക്ക് വിളി. അപ്പൊ നിങ്ങളൊക്കെ മാറ്റിയിട്ട് ആളെ മാറ്റിയെങ്കിലും വേറെ വിളിക്ക് എന്നുള്ള ലെവലിലാണ് ലാലേട്ടൻ പറയുന്നത്. കേട്ടല്ലോ, ഇന്നലെ ലാലേട്ടൻ ആ എപ്പിസോഡിൽ പറഞ്ഞ പോയിന്റ് വരെ, അതായത് ഒന്ന് മാറ്റി വിളിക്ക്, നിങ്ങൾ അപ്പൂപ്പനെ വിളിക്കുകയോ അല്ലെങ്കിൽ മാമനെ വിളിക്കുകയോ അങ്ങനെയൊക്കെ വിളിക്കുക, അല്ലാണ്ട് മറ്റുള്ളവരെ ഇപ്പം നിലവിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് വിളിക്കാതെ ഇവരെ ഒന്ന് മാറ്റി വിളിക്കുക എന്ന് ലാലേട്ടൻ പറഞ്ഞ ആ പോയിന്റ് ഉൾപ്പെടെ ഇവന് എപ്പിസോഡിന് മുൻപ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇത് ലൈവിൽ കണ്ട കാര്യമല്ല കേട്ടോ. വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോൾ മാത്രമാണ് ഈ സാധനങ്ങൾ പുറത്തു വരുന്നത്. ലൈവാണെങ്കിൽ നമുക്ക് പറയാം ലൈവിൽ കണ്ടു, അത് കട്ട് ചെയ്ത് എപ്പിസോഡിൽ കാണിക്കുന്നതെന്ന് പറയാം. പക്ഷേ എപ്പിസോഡായിട്ട് കാണിക്കുന്ന ഒരു കാര്യം, അതിനകത്ത് കാണിക്കുന്ന കാര്യം ഇവൻ എങ്ങനെ മുൻകൂട്ടി അറിഞ്ഞു? 20 മണിക്കൂർ മുന്നേ എങ്ങനെ അറിഞ്ഞു? ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ അത്? എനിക്കറിയില്ല ഇവൻ എങ്ങനെ അറിയാൻ പറ്റുന്നു. അവിടെ ആരാണ് ഇത് ചോർത്തി കൊടുക്കുന്നത്? 20 മണിക്കൂറിൻ്റെ സെൻസ്, ഈ ഷോ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ്, എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് അൻസിഫ് ഈ വിവരം അറിഞ്ഞിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ എന്തുകൊണ്ട് ചാനലുകാർക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? ഇവൻ ഏഷ്യാനെറ്റിൻ്റെ ലോഗോ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ലോഗോ യൂസ് ചെയ്യുകയോ അതല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഈ പറയുന്ന വീഡിയോകൾ വെക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ചാനലിന് ഡയറക്റ്റായിട്ട് സ്ട്രൈക്ക് കൊടുക്കാനോ കാര്യങ്ങളൊന്നും പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ അവരത് ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇമ്മാതിരി തോന്നിവാസം കാണിക്കുന്നതിന് വളരെ മോശമാണ് കാണിക്കുന്നത്. ലാലേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ്, ഒരു സിനിമ കണ്ടിട്ട് അതിൻ്റെ ക്ലൈമാക്സ് ആദ്യമേ വന്ന് മറ്റുള്ളവരോട് പറഞ്ഞത് ഇതേ പോയിന്റാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. ദൃശ്യം സിനിമ കണ്ടിട്ട് പോലീസ് സ്റ്റേഷനകത്താണ് ഡെഡ് ബോഡി കുഴിച്ചിട്ടതെന്ന് കണ്ട ഒരാൾ വന്ന് കാണാത്തൊരുത്തനോട് പറയുന്ന പോലെ ആ സിനിമയുടെ ഒരു ബ്യൂട്ടി അവിടെ തീർന്നു. ആ ക്ലൈമാക്സ് വന്ന് റിവീൽ ചെയ്യുമ്പോൾ അവിടെ കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഓരോ വീക്കെൻഡിലും ആരാണ് എവിക്റ്റ് ആവുന്നത്, ആരാണ് ആ സമയത്ത് ആരെയാണ് ലാലേട്ടൻ ഫയർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആൾക്കാർ ക്യൂരിയോസിറ്റിയോടെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ബിഗ് ബോസ് പ്രേക്ഷകർ, ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ അവരോട് കാണിക്കുന്ന ക്രൂരതയിലുപരി ഈ ഷോയോട് കാണിക്കുന്ന തെണ്ടിത്തരം എന്നേ ഞാൻ പറയുള്ളൂ. അത്രയും മോശപ്പെട്ട പരിപാടിയാണ് ഇവൻ കാണിക്കുന്നത്. ഇനി എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്ന ഇവൻ എന്തുകൊണ്ട് ഈ പ്രൊമോ വന്നപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല? ഇന്ന് രാവിലെ മോർണിംഗ് ടാസ്കിനെ കുറിച്ച് വരാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവൻ ഈ പ്രൊമോയെ കുറിച്ച് സംസാരിച്ചില്ല? അവൻ അറിയാം അവൻ ചെയ്യുന്ന തെണ്ടിത്തരം അതേക്കുറിച്ച് തന്നെയാണ് ഏഷ്യാനെറ്റ് ലാലേട്ടനിലൂടെ പുറത്തു വിട്ടതെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ ആ കാര്യം സംസാരിക്കാത്തത്. അതേസമയം രേവതി സംസാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിലും പറഞ്ഞു, രേവതിയെക്കുറിച്ച് ഞാൻ തൊട്ട് മുന്നത്തെ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, രേവതിയുടെ വീഡിയോകളെ കുറിച്ച്. അതിനകത്ത് ഞാൻ രേവതി വിമർശിച്ച് തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ അതിനുശേഷം ഞാൻ രേവതിയുടെ ചാനലിനകത്ത് ഈ മുന്നേ കൂട്ടി വിവരങ്ങൾ പുറത്തുവിടുന്ന പരിപാടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കണ്ടത് ഇവന്റെ ചാനലിലാണ്. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ താഴെ ഒരു കമന്റ് ബോക്സിൽ ഒരു ആൾ കമന്റ് ചെയ്തിട്ടുണ്ട്, വേറൊരു ചാനലിന്റെ പേര് എന്തോന്നു ഗള്ളി അങ്ങനെ എന്തോ പറഞ്ഞൊരു ചാനലിന്റെ പേര്. ആ ചാനൽ ഞാൻ കാണാറുണ്ട്. ആക്ച്വലി അതിനകത്ത് അൺഒഫീഷ്യൽ വോട്ടിംഗ് ആണ് കാണിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. അത് എവിടെ നിന്നാണ് അവർക്ക് ആ വിവരങ്ങൾ കിട്ടുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് അവരത് കളക്ട് ചെയ്യുന്നത്, ഇതൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് സംസാരിച്ചില്ല. അവർ പറയുന്നത്, ഇന്നലെ അയാളും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ബ്രോയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് പലയിടത്തു നിന്നും ഡാറ്റാസ് കളക്ട് ചെയ്ത്, അതായത് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നും കിട്ടുന്ന ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടാണ് ആരാണ് വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്, ആരാണ് ഏറ്റവും ഡൗണിൽ നിൽക്കുന്നത് എന്നൊക്കെ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെന്ന് അദ്ദേഹം ഒന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. പക്ഷേ ഇവൻ കാണിക്കുന്നത്, ഞാൻ ഇവൻ്റെ തന്നെ എടുത്തു പറയാൻ കാരണം, ഇവൻ കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. പ്രത്യേകിച്ച് വീക്കെൻഡ് എപ്പിസോഡ്. ഈ ആദില ക്യാപ്റ്റനായ കാര്യം ഇവൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇന്നലെ ആദില ക്യാപ്റ്റനായ കാര്യം, ലാലേട്ടൻ ഷാനവാസിനെ ചീത്ത പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് എപ്പിസോഡ് വരുന്നതിന് മുന്നേ അവൻ പറഞ്ഞു. ഇവൻ എവിടെ നിന്ന് ഈ വിവരം കിട്ടി? അപ്പോൾ എനിക്ക് ബിഗ് ബോസിനോടും ഏഷ്യാനെറ്റിനോടും എൻഡമോൾ ഷൈൻ കമ്പനിയോടും പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ പറയാനുള്ള ഒറ്റ കാര്യം, ആദ്യം നിങ്ങൾ നിലയ്ക്ക് നിർത്തേണ്ടത് നിങ്ങളുടെ സ്റ്റാഫുകളെയാണ്, അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്, അവിടുന്ന് വിവരങ്ങൾ ചോർത്തുന്നവരെയാണ്. അവരെ നിലയ്ക്ക് നിർത്താത്തിടത്തോളം കാലം നിങ്ങൾക്ക് അവിടുന്ന് ലീക്കാവുന്ന വിവരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടേക്ക് വിളിച്ച് കാണികളായിട്ട് വിളിക്കുന്ന ആൾക്കാർ, അവരിലൂടെയും വിവരങ്ങൾ പുറത്തു പോകാം. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അൻസിഫിന് ബാക്കി എന്താണ് പറയാനുള്ളതും കൂടെ കേട്ട് നോക്കാം. എന്തായാലും ആദിലയുടെ വിഷയം എപ്പിസോഡ് വന്നതിന് ശേഷം ആയതുകൊണ്ട് നമുക്ക് കാണിക്കാമല്ലോ, പ്രശ്നമില്ല, ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും ഷാനവാസിനായിട്ട് രണ്ട് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ ക്യാപ്റ്റൻ ആരാണെന്നും പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്.
വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. എല്ലാം ചെയ്യാം മോനെ, എല്ലാം ചെയ്യാം. ഞാൻ ചോദിച്ചോട്ടെ, അപ്ഡേറ്റ്സിനും റിവ്യൂസിനും വേണ്ടി നീ എവിടെയാണ് റിവ്യൂ ചെയ്യുന്നത്? ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി പലവരും പറഞ്ഞു തരുന്ന വിവരങ്ങൾ കേട്ട് വന്നിരുന്നിട്ട് എപ്പിസോഡിലും ലൈവിലും ഒന്നും കാണിക്കുന്നതിന് മുൻപ് തന്നെ നീ ഇത് വന്ന് വിളമ്പുന്നു. ഇത് എവിടെയാണ് റിവ്യൂ ആവുന്നത്? ശരിക്കും നീ ചെയ്യുന്നത് ഒളിഞ്ഞു നോട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ഒളിഞ്ഞു നോട്ടം. ആ ഷോയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കി ഒപ്പിയെടുത്ത് കൊണ്ട് നിന്റെ ചാനലിൽ കൂടെ വിളമ്പുന്നു. അതൊരിക്കലും റിവ്യൂ ആവില്ല. ലൈഫ് ഓഫ് അനന്തു പോലുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് റിവ്യൂ. നീ ചെയ്യുന്നത് റിവ്യൂ അല്ല. നീ ചെയ്യുന്നത് കോപ്പി അടി. അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ, അവിടുന്ന് ചോർത്തിയെടുക്കുന്ന വിവരങ്ങൾ നിന്റെ ചാനലിൽ കൂടെ നീ ഒരു എത്തിക്സും ഇല്ലാണ്ട് വിളമ്പുന്നു. അതാണ് നീ ചെയ്യുന്നത്. അതിനെ റിവ്യൂ എന്ന് പറഞ്ഞ് നീ ന്യായീകരിക്കലേ മോനെ. ബാക്കി കേൾക്കാം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പോ ആദ്യം ഞാൻ ക്യാപ്റ്റന്റെ കാര്യം പറയാം. ഞാൻ അറിഞ്ഞത് ആദിലയാണ് ക്യാപ്റ്റൻ എന്നാണ്. ഇപ്പൊ നമുക്കറിയാലോ, ജിസേൽ ഔട്ടായി. അപ്പൊ എന്തായാലും ജിസേൽ ഒന്നും അല്ല, ലക്ഷ്മിയും ആദിലയാണ് ബാക്കിയുള്ളത്. പക്ഷെ അതിന് മുന്നേ തന്നെ എന്തായാലും ക്യാപ്റ്റൻസി നടക്കും കേട്ടോ. ജിസേൽ ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ ക്യാപ്റ്റൻസി ഒക്കെ നടക്കും. അല്ലാതെ ഒരാൾ ഔട്ട് ആയതിനു ശേഷം ക്യാപ്റ്റൻസി വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആദിലയാണ് ക്യാപ്റ്റൻ എന്ന് എനിക്ക് അറിയാവൂ. മിക്കവാറും എനിക്ക് തോന്നുന്നു 1-2 മണിക്കൂർ കൂടെ കഴിയുമ്പോൾ അതിന്റെ പ്രൊമോ കൂടി വരും. ക്യാപ്റ്റൻസി ടാസ്കിന്റെ പ്രൊമോ കൂടി സാധാരണ വരും സൺഡേയിലത്തെ എപ്പിസോഡിൽ. അതായത് ഇന്നലെ പെരിയാന്ന് ഷൂട്ട് ചെയ്ത എപ്പിസോഡില് ലാലേട്ടന്റെ ഫ്രണ്ട് ചെയ്ത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത്. അപ്പൊ അതിലെയാണ് ക്യാപ്റ്റൻ എന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് നോക്കാം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എണ്ണി ഇവന് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് ഏത് ആണെങ്കിലും അവനെയാണ് ചവിട്ടി പുറത്ത് കളയേണ്ടത്. ബിഗ് ബോസിന്റെ ക്രൂ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെയുള്ള ഈ ചോർത്തുന്നവനെയാണ് ചവിട്ടി എടുത്ത് പുറത്ത് കളയേണ്ടത്. അത് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഈ ചോർത്തൽ അവിടെ അവസാനിക്കും. അതില്ലയോ ഇനിയും വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും. അൻസിമിന് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ, ഗട്ട്സ് ഉണ്ടെങ്കിൽ, ആരാണ് എവിടെ നിന്നാണ് നിനക്ക് ഈ വിവരങ്ങൾ കിട്ടുന്നതെന്ന് നീ വന്ന് പറയണം. ഗട്ട്സ് ഉണ്ടെങ്കിൽ. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.